ഗവർണർക്ക് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. 3 സർവകലാശാലകളിലെ VC സെർച്ച് കമ്മിറ്റി നിയമനം കൂടി ഹൈക്കോടതി തടഞ്ഞു. കേരള, MG, മലയാളം സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റിക്ക് 1 മാസത്തേക്കാണ് സ്റ്റേ. ഹർജികളിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചാൻസലർ കൂടിയായ ഗവർണർക്ക് നോട്ടീസ് അയച്ചു. സംസ്ഥാനത്തെ 3 സർവകലാശാലകളിലേക്ക് വൈസ് ചാൻസലർമാരെ സ്വന്തം നിലയ്ക്ക് നിയമിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനാണ് തിരിച്ചടിയേറ്റത്. കേരള സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, മലയാളം സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി നിയമന ഉത്തരവിനാണ് സ്റ്റേ. ഗവർണറുടെ സെർച്ച് കമ്മിറ്റി നിയമന ഉത്തരവ് 1 മാസത്തേക്കാണ് സിംഗിൾ ബെഞ്ച് നടപ്പാക്കുന്നത് തടഞ്ഞത്. കേരള ഫിഷറീസ് സർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റി നിയമനം ഹൈക്കോടതി ഇന്നലെ സ്റ്റേ ചെയ്തു. ഇതിന് പിന്നാലെയാണ് ജസ്റ്റിസ് A. സിയാദ് റഹ്മാൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ഇന്നത്തെ ഇടക്കാല ഉത്തരവ്. 4 സർവകലാശാലകളിലെയും സെർച്ച് കമ്മിറ്റി നിയമന ഉത്തരവ് ചോദ്യം ചെയ്തുള്ള 4 ഹർജികളും ഹൈക്കോടതി ഓഗസ്റ്റ് 8-ന് ഒരുമിച്ച് പരിഗണിക്കും. വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കാൻ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനാണ് അധികാരമെന്നാണ് സർക്കാരിന്റെ നിലപാട്. സെർച്ച് കമ്മിറ്റി നിയമനത്തെക്കുറിച്ച് 2018-ലെ UGC റെഗുലേഷനിൽ വ്യക്തതയില്ല. കേന്ദ്ര നിയമത്തിൽ വ്യക്തതയില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പരിഗണനാ വിഷയത്തിൽ ഭരണഘടനയുടെ 162-ാം അനുച്ഛേദമനുസരിച്ച് സംസ്ഥാന സർക്കാരിന് നടപടി സ്വീകരിക്കാം. എന്നാൽ ചാൻസലർ കൂടിയായ ഗവർണർക്ക് ഇതിനുള്ള അധികാരമില്ല എന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. സെനറ്റ് പ്രതിനിധിയെ തീരുമാനിക്കാതെയുള്ള ചാൻസലറുടെ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്നാണ് ഹർജിക്കാരുടെ മറ്റൊരാക്ഷേപം. കേരള, കുഫോസ് സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി ഉത്തരവ് ചോദ്യം ചെയ്ത് സെനറ്റ് അംഗങ്ങളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മഹാത്മാഗാന്ധി, മലയാളം സർവകലാശാലകളിലെ ചാൻസലറുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാരും നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.